വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളും വിവിധ രാഷ്ട്രീയ കക്ഷികളും ഒക്കെ കത്തുകൾ നൽകേണ്ടത്, തുറന്ന കത്തുകളാണ് പലതും. അപ്പോൾ അതിൽ അവർ പറയുന്നത് ഈ ജനങ്ങൾക്ക് ഇത് അറിയണം, എങ്ങനെയാണ് യുദ്ധം അവസാനിപ്പിച്ചത്, യുദ്ധം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവസാനിപ്പിച്ചത് എന്നുള്ളതിൽ കഴിഞ്ഞ ദിവസം MA ബേബി പോലും അത്തരത്തിലുള്ള ഒരു കത്ത് അയക്കുകയാണ് പാർട്ടിയുടെ ഒരു മുഖമായിട്ട്. അല്ല, ഈ 140 കോടി ജനങ്ങളുടെയും അവർ ഓരോരുത്തരെയായിട്ട് ബോധ്യപ്പെടുത്താൻ പറ്റില്ല. ഗവൺമെൻറ് എന്ന് പറയുന്നത് ജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത MP മാർ ഇതാണ് നമ്മുടെ കേന്ദ്ര മന്ത്രിസഭ. ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ MP മാർ, ഭൂരിപക്ഷം MP മാർ തിരഞ്ഞെടുത്ത ഒരു ഭരണകൂടമാണ് അവിടെ ഇരിക്കുന്നത്. ആ ഭരണകൂടം എടുക്കുന്ന തീരുമാനം എന്ന് പറയുമ്പോൾ ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു തീരുമാനമാണ്. അത് വിശദീകരിക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് വിശദീകരിക്കും. ഒരു പാർലമെൻറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റും, രാജ്യത്തിൻ്റെ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട്, രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഒക്കെ നമുക്ക് വിശദീകരിക്കാൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ച് അതിനൊക്കെ ഒരു ലക്ഷ്മണ രേഖയുണ്ട്. അതുവരെ കടന്നു ചെല്ലാൻ കഴിയും. ഇപ്പോൾ തന്നെ ഇവരുടെ ചെയ്തികൾ, കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തികളും നമ്മളൊന്ന് വിശകലനം ചെയ്തു നോക്കിയാൽ നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ താല്പര്യത്തിന് വിരുദ്ധമായ നിലപാടുകളാണ്. നമ്മളൊരു രാജ്യം എന്നുള്ള നിലയിൽ നമ്മുടെ ഭരണകൂടം മാറി മാറി വരും. നമ്മുടെ സൈന്യം ഒരേ രീതിയിൽ പോകുന്നതാണ്, ഒരു പ്രത്യേക രീതിയിൽ സൈന്യം പോകുന്നു, അതിന് പ്രത്യേക രാഷ്ട്രീയമില്ല. ആര് ഭരണകൂടം വരുന്നാലും അവർ അവരാൽ നിയന്ത്രിക്കപ്പെടും എന്നല്ലാതെ സൈന്യം എന്നുള്ള ഒരു കണ്ടിന്യൂയിങ് പ്രോസസ്സാണ് ഓരോ സമയത്ത്. അപ്പോൾ സൈന്യം എടുക്കുന്ന തീരുമാനം രാജ്യത്തിൻ്റെ താല്പര്യം ഇത്രയും കാലം ഇന്ത്യക്ക് ഇല്ലാത്ത ഒരു രീതിയിൽ സൈന്യത്തിനൊരു ഫ്രീ ഹാൻഡ് അവർക്ക് കൊടുത്തു. നിങ്ങൾക്ക് തീരുമാനം എടുക്കാം, ഇന്ത്യയുടെ അഖണ്ഡതയും അതിർത്തിയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യുക്തമായ തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടൊരു നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. ആ ഫ്രീ ഹാൻഡിൻ്റെ അടിസ്ഥാനത്തിൽ സൈന്യം ഇതിനെ സംബന്ധിച്ച് ശത്രു രാജ്യവുമായി പോരാടി ഒരു തിരിച്ചു വരുമ്പോൾ അവരെ തള്ളിപ്പറയുകയും അല്ലെങ്കിൽ അവർക്ക് വീഴ്ചയുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് അവരെ കുറ്റപ്പെടുത്തുകയല്ല ഒരു ഭരണാധികാരി ചെയ്യുന്നത്. അതേ നിലപാട് തന്നെ ആയിരിക്കണം നമ്മുടെ പ്രതിപക്ഷ കക്ഷികൾ എടുക്കുന്നത്. സൈന്യത്തെ വിശ്വസിക്കണം.